Hello my dear children, welcome back to our class. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസിൽ 3 ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? യുണീക്ക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആൻഡ് നോ സൊല്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻസ്, അതായത് കോഎഫിഷ്യൻ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏത് സൊല്യൂഷനാണെന്ന് ക്ലിയർ ആയിട്ട് അറിയാം. ആ കണ്ടീഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.5 ക്വസ്റ്റ്യൻസ് ആണ്. 3.5 ഫസ്റ്റ് സെറ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യുന്നതാണ്. അത് ആക്ച്വലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എനിവേ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2x + 3y = 7, a - b × x + a + b × y = 3a + b - 2. ഇതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഏതാ കാണേണ്ടത്? ഫൈൻഡ് a and b. And there is a clue in this question. This equations have infinite number of solutions. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ്റെ കണ്ടീഷൻ എഴുതി വെക്കണം. അതിന് ഹാഫ് മാർക്ക് ഉണ്ട്. അതിന് മുന്നേ ഞാൻ ഇതിൽ A1 B1 C1 ചിലർക്ക് അതിലൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് A1 B1 C1 കറക്റ്റായിട്ടൊന്ന് എഴുതാം. നോക്കൂ, A1 ഹിയർ ഇറ്റ് ഈസ് 2. വാട്ട് ഈസ് A2? A - b. വാട്ട് ഈസ് B1? B1 = 3, B2 a + b, right? C1 7 and C2 3a + b. ഇതൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ എക്സാം പേപ്പറിൽ. ഇതിനൊക്കെ ചിലപ്പോൾ ഹാഫ് മാർക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് എഴുതാം? ഫോർ ഇൻഫിനിറ്റ് സൊല്യൂഷൻ what is the condition for infinite solution? You know it. It is A1 by A2 equal to B1 by B2 equal to C1 by C2. Correct alle? Now substitute the values for A1 B1 C1 C2. Okay, what is A1 here? It is 2. 2 divided by A2 is A - b. Okay, that is equal to B1 3 divided by B2 a + b. That is equal to C1 7 divided by 3a + b. Okay, അപ്പോൾ നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. Now we can compare these two relations or these two relations. അല്ലെങ്കിൽ ഇതും കൂടെ കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ എയിലും ബിയിലും വീണ്ടും റിലേഷൻസ് കിട്ടുന്നു. ഓക്കെ, അത് ചെയ്യാം. 2 divided by a - b. നോക്കൂ, 2 divided by a - b equal to 3 divided by a + b. ആൻഡ് ഏതെങ്കിലും രണ്ടെണ്ണം നോക്കൂ, ഇതും കൂടെയും കമ്പയർ ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 2 divided by a - b = 7. ഏതെങ്കിലും രണ്ടെണ്ണം ആസ് യു, നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ചെയ്യാം. ആൻഡ് 2 divided by a - b equal to 7 divided by 3a + b. റൈറ്റ്, 3a + b ഒരു ടേം കൂടെ ഉണ്ടല്ലോ, -2. 3a + b - 2. സോറി, അത് എഴുതാൻ മറന്നു. അതാണ് ഇവിടെ ഒരു സംഭവം. 3a + b - 2 ആണ് ഇവിടുത്തെ C2. ഓക്കെ, ഞാൻ ഈ 2 എഴുതാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ നൗ ഇറ്റ് ഈസ് ഓക്കെ. 3a + b - 2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, വി ഗെറ്റ് 2 × a + b equal to 3 × a - b. റൈറ്റ്? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. സോ വി ഗെറ്റ് 2a + 2b that is equal to 3a - 3b. Right? ഇനി ട്രാൻസ്പോസിങ് a to one side, we get 2a - 3a equal to -3b. this ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് സൈൻ ആകുന്നു? -2b. so what is -a equal to -5b. both side minus get cancelled, so we get a is equal to 5b. ഇനി എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും മതി, അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് a - 5b = 0. 2 വേരിയബിൾസിലും എഴുതാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ 1 2, നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് ഞാൻ കൊടുത്തു. നൗ ഞാൻ ഇതിനെ ഇക്വേറ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഈ ഇക്വേഷനെ. നോക്കൂ, ദിസ് വൺ. സോ വി ഗെറ്റ് ഏതാ ഇവിടെ വരുന്നത്? 2 × 3a + b - 2 equal to
7 into a minus b. ഓക്കെ, സ്പേസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6a 2 into b plus 2b minus 2 into minus plus 2 minus 4, that is equal to 7a minus 7b, right? 7a minus 7b. Cross multiply and equate. Now rearrange the 6a transpose 7a to LHS, it will become minus 7a, that is equal to minus 7b 2b transpose ചെയ്യുമ്പോൾ എത്രയാവും? minus 2b, ഇവിടെ ഒരു minus 4 ഉണ്ട്, it becomes plus 4, right? 6a minus 7a is minus a, that is equal to minus 9b plus 4. ഓക്കെ, ഇനി ഈ എയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. വാട്ട് ഇസ് എ ദെയർ? എ ഈസ് ഈക്വൽ ടു 5b. അപ്പോൾ എയുടെ വാല്യൂ നമുക്കിവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ട് റിലേഷൻ ആക്കിയിട്ട് വീണ്ടും സോൾവ് ചെയ്യാം, എങ്ങനെയാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എന്ത് കൊടുക്കാൻ പോവുക? 5b. അപ്പോൾ അതിന് മുമ്പ് ഒരു മൈനസ് സൈൻ ഉണ്ട് ഇവിടെ. ഓക്കെ, minus 5b ഈക്വൽ ടു minus 9b plus 4. ഓക്കെ, ഇനി ബിയുടെ വാല്യൂ കാണാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ബി ഒരു സൈഡിലേക്ക് മാറ്റുക. minus 5b plus 9b ഈക്വൽ ടു പോസിറ്റീവ് 4. അപ്പോൾ എത്രയായി? 5b, റൈറ്റ്? പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ ആഡ് ചെയ്യേണ്ടത്? ഡിഫറൻസ് എടുക്കുക, ബിഗർ നമ്പറിൻ്റെ സൈൻ. സോ യു ഗെറ്റ് 5b ഈക്വൽ ടു 4. 9 minus 5 4 അല്ലേ? സോറി, 9 minus 5 is 4. So sorry. 4b equal to 4. So b equal to 4 divided by 4, that is 1. Okay. Then substituting the value of b in equation 3. Okay. ഇവിടെ നമുക്ക് b യുടെ വാല്യൂ കിട്ടി. അപ്പോൾ putting b in equation 3, we get a is equal to 5 into b, that is 5 into 1, that is equal to 5. Okay. So in this way we can solve this question. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഈ ചാപ്റ്ററിൽ ഞാൻ വേർഡ് പ്രോബ്ലംസ് ഈ സോൾവിങ് കഴിഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ കേട്ടോ. ഞാനത് ആദ്യമേ തന്നെ പറഞ്ഞ കാര്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഇനിയിപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കാത്തതുകൊണ്ട് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ കെയുടെ വാല്യൂ കാണുന്ന ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താ സൊല്യൂഷൻ പറഞ്ഞാൽ ഹാവ് നോ സൊല്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോ സൊല്യൂഷൻ്റെ കണ്ടീഷൻ എഴുതിയിട്ട് കമ്പയർ ചെയ്ത് പോയാൽ അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പേ നമുക്കിതിൽ A1 B1 C1 C2 ഒക്കെ ഒന്ന് എഴുതാം. വാട്ട് ഈസ് A1 ഹിയർ? A1 ഇസ് 3, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. വാട്ട് ഈസ് A2? 2k minus 1. B1 1 ആണ്. വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ എത്ര? 1 ആണ്. B2 ഈക്വൽ ടു k minus 1, റൈറ്റ്? ഇനി C1 is C1 അവിടെ എഴുതും. C1 ഈക്വൽ ടു 1, C2 2k plus 1. ഇതാണ് നമ്മുടെ A1 B1 ഒക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ക്ലൂ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടീഷൻ തന്നിരിക്കുന്നത്? സൊല്യൂഷൻസ് ഹാവ് നോ ഇക്വേഷൻസ് ഹാവ് നോ സൊല്യൂഷൻ. സോ ഫോർ നോ സൊല്യൂഷൻ, what is the condition? A1 by A2 equal to B1 by B2 not equal to C1 by C2. This is the condition. Okay, now we can compare the coefficients. What is A1? 3 divided by A2 2k minus 1, that is equal to B1 is 1 divided by B2k minus 1, that is not equal to C1 is 1 divided by 2k plus 1. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കെ കിട്ടും. പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കെ നോട്ട് ഈക്വൽ ടു കൂടെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് എഴുതാം. 3 divided by 2k minus 1 equal to 1 divided by k minus 1, right? അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കെയുടെ വാല്യൂ ഈക്വൽ ടു വാല്യൂ നോട്ട് ഈക്വൽ ടു വാല്യൂ ഫൈൻഡ് ചെയ്യണം. ആൻഡ്
ഏതും ചെയ്യണം. 1 ഡിവൈഡഡ് ബൈ കെ മൈനസ് 1 നോട്ട് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2k പ്ലസ് 1. 1 ഡിവൈഡഡ് ബൈ 2k പ്ലസ് 1. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ യു ഗെറ്റ് 3 ഇൻറ്റു കെ മൈനസ് 1 ഈക്വൽ ടു 1 ഇൻറ്റു 2k മൈനസ് 1 ഇസ് 2k മൈനസ് 1. എക്സ്പാൻഡ് ചെയ്തേ, 3k minus 3 equal to 2k minus 1. So transposing we get 3k minus 2k equal to minus 1 plus 3. This is k is equal to 2. Okay, to value t. Okay. Now, ഈ പോർഷൻ കൂടെ ചെയ്യണം. കെ നോട്ട് ഈക്വൽ ടു കൂടെ ചെയ്യണം കേട്ടോ. ബിക്കോസ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും 2 മാർക്കിനും ചില ടീച്ചേഴ്സ് കമ്പൽസറി ആയിട്ട് അത് പറയുന്നുണ്ട്. കെ നോട്ട് ഈക്വൽ ടു ചെയ്യണം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് രണ്ട് ന്യൂമറേറ്റർ രണ്ടും ഈക്വൽ ആണ്. സോ യു ക്യാൻ കമ്പയർ ദിസ് ഡിനോമിനേറ്റേഴ്സ്. കെ മൈനസ് 1 നോട്ട് ഈക്വൽ ടു 2k പ്ലസ് 1. ട്രാൻസ്പോസിങ് കെ മൈനസ് 2k നോട്ട് ഈക്വൽ ടു 1. മൈനസ് 1 ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താകും? പ്ലസ് 1. സോ വാട്ട് ഇസ് ദ മൈനസ് കെ നോട്ട് ഈക്വൽ ടു 2. ദാറ്റ് മീൻസ് കെ നോട്ട് ഈക്വൽ ടു മൈനസ് 2. അപ്പോൾ ഈ കേസിൽ മാർക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നോ പ്രോബ്ലം, അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഈ വാല്യൂ രണ്ടും ഈ ക്വസ്റ്റനിൽ എഴുതേണ്ടി വരും. കെയുടെ വാല്യൂയും കെ നോട്ട് ഈക്വൽ ടു വാല്യൂ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റനും നമ്മൾ ചെയ്ത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള വേർഡ് പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. കൂടാതെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസിൽ കുറച്ച് ഒരു 2-3 ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കൂടെ ഞാൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ, അതായത് വളരെ വൈകാതെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേർഡ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയാണത് ചെയ്യുന്നത്? ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന മെത്തേഡാണത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വീണ്ടും വിശ്വസിക്കുന്നു. എനിക്കറിയാം ഇത് നിങ്ങളുടെ ഈ ടീനേജ് എന്ന് പറയുന്നത് വളരെ കളിച്ചും ചിരിച്ചും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടൊക്കെ ജീവിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഇതൊരു ശരിക്കും ഒരു ചലഞ്ചിങ് പീരീഡാണ്. വളരെ കരുതലോടെ തന്നെ സേഫായിട്ട് വീട്ടിലിരിക്കാം. ഇത്രയും നേരം എന്നോടൊപ്പം ഈ ക്ലാസ്സിൽ നിങ്ങൾ ശരിക്കും ഇത് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ഇങ്ങനെ നോക്കിയിരുന്ന് പഠിക്കാനും നിങ്ങൾക്ക് പറ്റത്തില്ല. എന്നോടൊപ്പം തന്നെ ഇത് എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പോർഷനായിട്ട് ഞാൻ പറഞ്ഞു ഏതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലംസ് ആണ്. അതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അതുവരേക്കും ഗുഡ് ബൈ.